പ്രൊഫഷണലി ട്രെയിൻഡ് അല്ലാത്ത അഡൾട്ടായിട്ടുള്ള പ്ലേയേഴ്സിനെ സംബന്ധിച്ചുള്ള അവർക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടൊരു കണ്ടന്റാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. പ്രധാനമായിട്ട് ഒരു ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അവർക്ക് ഒരു ഇഞ്ചുറി അല്ലെങ്കിൽ ഒരു പെയിൻ കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാവുന്നത്. ഇപ്പോൾ നീ ഇഞ്ചുറി അല്ലെങ്കിൽ ഷോൾഡർ ഇഞ്ചുറി അല്ലെങ്കിൽ ലോവർ ബോഡിക്ക് ഉണ്ടാവുന്ന പെയിൻ എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നവർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചോളം എന്തുകൊണ്ടാണ് അവർക്ക് സംഭവിക്കുന്നത് കുറച്ചൊക്കെ മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റും. ഫുട് വർക്കിൻ്റെ ഇഷ്യൂസ് ആണോ അല്ലെങ്കിൽ ലാൻഡിങ്ങിൻ്റെ ഇഷ്യൂ ആണോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റും. ഇതിനൊരു ലൈവ് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇതിൻ്റെ കണ്ടന്റ് കറക്റ്റായിട്ട് പറയാം. ഒരു ബേസിക് ബെൻ പൊസിഷൻ ആണ് മേജർ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഒരു ബേസിക് ബെൻ പൊസിഷൻ ആണെന്നുണ്ടെങ്കിൽ സഡൻ ആയിട്ടുള്ള ജെർക്കിംഗ് മൂവ്മെന്റ്സ് നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. അത് നിങ്ങളുടെ നല്ലൊരു ശതമാനം ഇഞ്ചുറി അല്ലെങ്കിൽ നീ പെയിനെയൊക്കെ നിങ്ങൾക്ക് നല്ലപോലെ പ്രിവെന്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ബാഡ്മിൻ്റൺ എന്ന് പറയുന്നത് സഡൻ ആയിട്ട് കുറേ അധികം മൂവ്മെന്റ്സ് ഉള്ള ഒരു സ്പോർട്ടാണ്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് സഡൻ ആയിട്ടുള്ള ഒരു പ്രഷർ അല്ലെങ്കിൽ ഒരു ഇമ്പാക്ട് നിങ്ങളുടെ ജോയിൻറ്റ്സ് നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്തെടുക്കാനും അത് നിങ്ങളുടെ ഇഞ്ചുറിയിൽ നിന്ന് പ്രിവെന്റ് ചെയ്യാനായിട്ട് പറ്റും. ബോഡി സ്റ്റിഫായിട്ട് വെച്ചിട്ട് നോക്ക് ചെയ്യാൻ പോവാണ്. സോ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ പെട്ടെന്ന് തന്നെ ഷട്ടിൽ ഫ്രണ്ടിലേക്ക് വരുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു സ്റ്റിഫ് ബോഡി ലാംഗ്വേജ് വെച്ചിട്ട് ഞാൻ അപ്രോച്ച് ചെയ്യും. അങ്ങനത്തെ സമയത്ത് പെട്ടെന്ന് തന്നെ എൻ്റെ നീലോട്ടും മറ്റ് സ്ഥലങ്ങളിലേക്കും ഇഞ്ചുറി വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇനി ഇതിന് പകരം ഞാനൊരു സെമി ബെൻ പൊസിഷനിലാണ് അഡ്വാൻസ് പ്രിപ്പയർഡ് ആണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഷട്ടിലിനെ അപ്പ് ആൻഡ് ഡൗൺ മൂവ് ചെയ്ത് കളിക്കാനായിട്ട് പറ്റും. സോ ഇതാണ് ഈ വീഡിയോയിൽ അല്ലെങ്കിൽ ഈ ഒരു കണ്ടന്റ് കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ബാഡ്മിൻ്റൺ കളിക്കാൻ ഒരുപാടധികം ഇഷ്ടപ്പെടുന്ന റെഗുലറായിട്ട് ബാഡ്മിൻ്റൺ കളിക്കുന്ന നിങ്ങളുടെ ഒരു സുഹൃത്തിന് അല്ലെങ്കിൽ വീഡിയോ മസ്റ്റായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. ഡെഫിനറ്റ്ലി അവർക്കത് യൂസ്ഫുൾ ആയിരിക്കും. ബിക്കോസ്